കേൾക്കുന്ന രീതിയില് പുഴുത്തുനാറി നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? രണ്ട് മുഖമുള്ളവരാ. പടച്ചവനെ കാണുമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് പറയും, പടച്ചവനെ വല്ലാത്ത സ്നേഹപ്രകടനങ്ങളാണ്. പടച്ചവനെ കാണുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വല്ലാത്ത അഭിനയമാണ്. വലിയ സ്നേഹമുള്ളവനെ പോലെ, വലിയ ഈമാനുള്ളവനെ പോലെ, ആത്മാർത്ഥതയുള്ളവനെ പോലെ കാണുമ്പോ പടച്ചവനെ വലിയ സന്തോഷമാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാ ഈ പറഞ്ഞതിന്റെ നേരെ എതിരാ. അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. എന്നിട്ട് പടച്ചവനെ ഇടയിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു തമ്മിലടിപ്പിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടല്ലോ. കുടുംബങ്ങളെ തകർക്കുന്നവരുണ്ടല്ലോ, സ്നേഹബന്ധങ്ങളെ തകർക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാരെ രണ്ട് തട്ടിലാക്കുന്നവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവർ. പടച്ചവനെ പലപത അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. അവരാണ് നാളെ പരലോകത്തിലെ മൂന്നാമത്തെ വൃത്തികെട്ടവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചില ആൾക്കാരുണ്ട്. എന്നിട്ട് അല്ലാഹുവേ പടച്ചവനെ അങ്ങോട്ട് മാറിയിട്ട് പറയും, മുതുകള്ളൻ 5 പൈസ കൊടുക്കത്തില്ല, ഇവനെക്കാലും നക്കിയുണ്ടോ, ഇവ എന്തിനാ ഹജ്ജിന് പോയ, പടച്ചവൻ ഇവന് ചത്താ മതിയായിരുന്നു. രണ്ട് മുഖമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും, ഇടയ്ക്ക് പടക്കം കത്തിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. നാളെ പടച്ചറബ് കൊണ്ടുവരൂടാ ചങ്ങാതി പരലോകത്ത്. യശനിയും പരദൂഷണവും ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് സുഖിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒന്നാലോചിച്ചു നോക്ക്, നീ നാളെ എങ്ങനെ വരും അള്ളാഹുടെ കോടതിയിൽ? അതിന്റെ ഭവിഷ്യത്ത് നീ ചിന്തിക്കുന്നില്ല. എത്ര കുടുംബങ്ങൾ നീ കാരണം തകർന്നുപോയി. ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നുപോയി, കൂടപ്പുറപ്പുകൾ തമ്മിൽ അകന്നുപോയി, ഏറ്റവും നല്ല കൂട്ടുകാർ തമ്മിൽ പരസ്പരം നീ അടിച്ചു പിരിപ്പിച്ചു. എന്നിട്ടൊരു സുഖം, ഒരാനന്ദം, രണ്ടെണ്ണ